ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. കുടുംബശ്രീ ഹോട്ടലിൽ ശാന്ത ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതുവരെയും ശാരദാമ്മ ശാന്തയെ ഒരു വഴക്കും പറഞ്ഞിട്ടില്ല. ശാരദാമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ ശാന്തയെ വന്നിട്ട് വഴക്ക് പറയുവാണ്. ഇതുവരെയും ശാരദ കൊടുക്കുന്ന ഭക്ഷണത്തിന് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തർ കുറ്റം പറയാൻ തുടങ്ങി. എന്താ ശാരദാമ്മ അങ്ങനെ പറയുന്നത്? നീ ഇന്നലെ ഉണ്ടാക്കിയ കറി വല്ലതും നീ നോക്കിയായിരുന്നോ? ഒന്നിനും ഉപ്പുമില്ല, ചിലതിന് എരി കൂടുതലാണ്. എന്തെല്ലാം പരാതികളാണ് വന്നിരിക്കുന്നത്. ശാരദാമ്മ ഇത് എന്നെക്കുറിച്ചാണോ പറയുന്നത്? ആരാ പരാതി പറഞ്ഞത്? ആരാന്നൊന്ന് പറഞ്ഞ് എന്തിനാ അവരോട് ചെന്ന് ചോദിച്ച് വഴക്കിടാനോ? ശാരദാമ്മ എന്തോ മനസ്സിൽ വെച്ചോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനേ ഇന്നലെ തുടങ്ങിയ പാചകമല്ല, എൻ്റെ പാരമ്പര്യം തന്നെ പാചകത്തിലാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ച അതേ പാചകം തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. ശരിക്കും ഉപ്പും പുളിയും നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും ഒരബദ്ധം സംഭവിക്കില്ല. എന്തോ ശാരദാമ്മ മനസ്സിൽ വെച്ചോണ്ടാണ് എന്നോടിങ്ങനെ സംസാരിക്കുന്നത്. ഞാനിവിടെ പണിക്ക് വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ശാരദാമ്മ അത് പറഞ്ഞാൽ മതി. എൻ്റെ പാചകത്തിനെ ഒരിക്കലും കുറ്റം പറയരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയും ശ്യാമയും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ കാര്യം? എൻ്റെ ശാലിനി കുഞ്ഞ്, ഞാൻ ഇത്രയും നാൾ ഇവിടെ നല്ലതുപോലല്ലേ പാചകം ചെയ്ത്? എൻ്റെ പാചകത്തിന് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ശാരദാമ്മ ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് എന്നോട് വഴക്കിന് വരുവാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞുതരാം, ഞാനങ്ങ് പൊയ്ക്കോളാം. ഞാനിവിടെ ആരെയും നിർബന്ധിച്ച് പിടിച്ചൊന്നും നിർത്തുന്നില്ല. ഇഷ്ടമുള്ളവർ നിന്നാൽ മതി, പോകേണ്ടവർക്കൊക്കെ അങ്ങ് പോകാം. ശരി ശാരദാമ്മ, ഞാൻ 5000 രൂപ ശാരദാമ്മയുടെ നിന്ന് കടമായി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ എവിടെയെങ്കിലും കൂലി ജോലി ചെയ്താലും ആ പൈസ ഇങ്ങ് കൊണ്ടുവന്ന് തരാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശാന്ത അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുവാണ്. സത്യമ്മ പറ, എൻ്റെ കയ്യിൽ എന്തോ തെറ്റ്? ഇത്രയും നാളുകൊണ്ട് ഞാൻ ആ ഹോട്ടലിൽ ജോലി ചെയ്ത് അവരുടെ ഉയർച്ചയ്ക്കെല്ലാം തോളോട് തോൾ ഞാനും കൂടെ നിന്നതാണ്. എന്നിട്ട് ഒരു നന്ദിയും ഇല്ലാതെ ശാരദാമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. എന്നാൽ ഇനി വേറെ എവിടെയെങ്കിലും ജോലി നോക്കാമല്ലോ എന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പൊന്നിയെ കണ്ടത്. പൊന്നിയാണിങ്ങനെ സത്യാമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. എനിക്ക് എല്ലാ പലഹാരം ഉണ്ടാക്കാനും അതിൻ്റെ കൂട്ടുകൾ തയ്യാറാക്കാനും എല്ലാം അറിയാം. സത്യാമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിവിടെ നിൽക്കാം, ഞാൻ കൂടെ നിന്ന് നിങ്ങളോടൊപ്പം സഹായിക്കാം. ഇതൊക്കെ കേട്ടപ്പോൾ സത്യഭാമയ്ക്കൊരു സന്തോഷം. സത്യഭാമ പറയുക, ഞങ്ങളുടെ ആരംഭഘട്ടത്തിൽ ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഗുണം കിട്ടും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ശാന്തയ്ക്ക് നിൽക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടിക്കോ. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ അങ്ങോട്ട് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുന്നത് ആരാ? വസുമതി വന്നിട്ട് സത്യഭാമയോട് ചോദിക്കുക, അല്ല സത്യഭാമയെ, ബിഗ് ഷോപ്പറും കയ്യിൽ വെച്ചോണ്ടേ വേദാണ്ടൊക്കെ വീടാന്തരം കയറിയിറങ്ങി വിൽക്കുന്നെന്നൊക്കെ പറഞ്ഞു കേട്ട്. എന്തൊക്കെയാ സത്യഭാമയെ വിൽക്കുന്നത്? അച്ചാറാണോ, സോപ്പ് പൊടിയാണോ, അതോ ചീപ്പും കണ്ണാടിയൊക്കെയാണോ? ഏതായാലും ഒരു 1000-2000 രൂപ മുതൽ മുടക്ക് ചിലവാക്കി വിൽക്കാനുള്ള സാധനങ്ങളെ സത്യഭാമ കൊണ്ട് നടക്കത്തുള്ളൂ. അല്ലാതെ മുതൽ മുടക്കിനൊന്നും സത്യാമ്മയുടെ കാശില്ലല്ലോ. വീടും പറമ്പും ഒക്കെ കൈവിട്ട് പോയപ്പോൾ കയ്യിൽ കാശില്ലാതെ നിലയെല്ലാ കയത്തിൽ കിടന്ന് തലയും കൈവിട്ട് അടിക്കുവാന്നൊക്കെ എനിക്കറിയാം. ഇപ്പോഴാണെങ്കിൽ സത്യാമ്മയ്ക്ക് മുങ്ങാങ്കുഴി ഇടാൻ പോലും പേടിയായിരിക്കും. കാരണം എന്താ? ചിലപ്പോൾ മുകളിലോട്ട് പൊങ്ങി വരാൻ പറ്റാതെ പോയെങ്കിലോ? അത്രയ്ക്കുണ്ടല്ലോ നിന്റെ തലയ്ക്ക് ഭാരം. ഇവരൊക്കെ ആരാ? നിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണോ? ഓ, അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് അല്ലേ? കോടികളുടെ ബിസിനസ് ആണല്ലോ നടക്കുന്നത്. എൻ്റെ സത്യഭാമേ, ഇതിനേക്കാൾ നല്ലത് വല്ല കുപ്പിയും പാട്ടയും പെറുക്കാൻ പോകുന്നതല്ലായിരുന്നോ? അതാകുമ്പോൾ മുതൽ മുടക്ക് വേണ്ടി വരില്ലല്ലോ. ആരെങ്കിലും വലിച്ചെറിയുന്ന കുപ്പിയും പാട്ടയൊക്കെ പെറുക്കി വിറ്റാലുവേ നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കഴിഞ്ഞു പോകാനുള്ള കാശൊക്കെ കിട്ടുവേ. നിങ്ങളുടെ മോൻ വിഷ്ണു പിന്നെ കളക്ടർ ബംഗ്ലാവിലായിരിക്കുമല്ലോ. അവൻ പട്ടുമത്തേൽ കിടക്കേണ്ടവൻ ഇവിടെ വന്ന് ഈ കയർമത്തേലെങ്ങാനും കിടക്കുവോ? അഥവാ അങ്ങനെ കിടന്നാൽ തന്നെ അവൻ ഉറക്കം വരുമോ? സത്യഭാമയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ചാടിയങ്ങ് എണീക്കുവാണ്. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, ഇറങ്ങി പൊയ്ക്കോണോ ഇവിടുന്ന്. പക്ഷേ എനിക്ക് പറയാനുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് പോകാം. നിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ തന്നെ നിനക്ക് അഭിമാനമല്ലേ തോന്നേണ്ടത്? എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കഴിഞ്ഞ് ആഠിത്യത്തിൻ്റെ ജ്വലിക്കുന്ന സ്ത്രീരൂപം ഇപ്പം വെറും നിസ്സാര കാശിൻ്റെ ലാഭത്തിന് വേണ്ടി വീടാന്തരം നടന്ന് കച്ചവടം നടത്തുന്നു. സത്യമേ, നിനക്കറിയാവോ, ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ കൊടുത്താലേ സംഗതി അങ്ങ് കത്തിക്കേറും. കളക്ടറായ മരുമകൾ ശാലിനിക്ക് ഇതിൻ്റെ പേരിലൊരു കൊട്ടുകൂടെ കൊടുക്കാം. ആപത്ത് കാലത്ത് പെറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്ത ഒരു മകനും മരുമകളായ കളക്ടർ ശാലിനിയും ബിഗ് ഷോപ്പറും കയ്യിൽ തൂക്കി നടക്കുന്ന ഒരു ഫോട്ടോയും കൂടെ കൊടുത്താലേ സംഗതി അങ്ങ് സൂപ്പറാകും. ഇതൊക്കെ കേട്ടോട്ട് രാഘവേട്ടൻ അകത്തുനിന്ന് ദേഷ്യത്തോടെ ഇങ്ങോട്ട് വന്നിട്ട്, വസുമതി, മതി നിന്റെ ആറാട്ട്. ഓ, ഭാര്യയെ പറയുമ്പോൾ ഭർത്താവിനങ്ങ് കൊള്ളുമല്ലോ. രാഘവേട്ട, എനിക്ക് രാഘവേട്ടനോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യവും ഇല്ല. പക്ഷേ ദാണ്ട് ഇവരോടുണ്ട്, ഈ സത്യഭാമയോട്.
കാരണം ഇവരൊറ്റ ഒരുത്തി കാരണമാണ് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കും ഈ ഗതി വന്നത്. ശത്രുവാണെങ്കിലും വസുമതി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഘവേട്ടൻ സത്യഭാമയെ ഒന്ന് നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ എങ്ങോട്ടാ ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാലത് കേട്ടോ, നിങ്ങൾ പണ്ട് താമസിക്കുന്ന പഴയ വീടില്ലേ, അതിൻ്റെ ലേലമായിന്ന്. വസുമതി അത് പറഞ്ഞത് കേട്ട് രാഘവേട്ടനും സത്യഭാമയും അങ്ങ് ഞെട്ടുവാണ്. രാഘവേട്ടൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വീഴുന്നുണ്ട്. ദോഷം കേട് പറയരുതല്ലോ, നിങ്ങളവിടെ താമസിക്കുമ്പോഴേ എനിക്ക് ആ വീടിനോടൊരു കണ്ണുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാനതൊന്ന് ലേലത്തിൽ പിടിക്കാൻ പറ്റുമോന്നൊന്ന് നോക്കട്ടെ. ഈ വീട് ഞാൻ വാങ്ങിക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് താമസിക്കാനല്ല, എൻ്റെ മകന്, അവനും അവൻ്റെ ഭാര്യയ്ക്ക്, അതായത് നിങ്ങളുടെ മകൾ പ്രീതിയും, അവരെ രണ്ടുപേരെയും ഞാൻ അവിടെ കയറ്റി താമസിപ്പിക്കും. ഇതെൻ്റെ ഒരാഗ്രഹമാണ്. അതിനുവേണ്ടി കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒത്തു വന്നാൽ ഞാനതങ്ങ് ലേലത്തിൽ പിടിക്കും. അങ്ങനെ ഞാനത് പിടിച്ചാലേ ഒരൊറ്റ എണ്ണം ആ വഴിക്ക് വന്നു പോയേക്കരുത്. അത് പറയാനും കൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് വസുമതി ദേഷിച്ചങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്നും പറയുന്നുണ്ട് സത്യഭാമയോട്, കച്ചവടമൊക്കെ കഴിഞ്ഞ് അതുവഴിയൊക്കെ ഒന്ന് കയറ്, എന്തെങ്കിലുമൊക്കെ സാധനം ഞാനും മേടിക്കാം. എൻ്റെ മോൻ്റെ ഭാര്യയുടെ അമ്മയല്ലേ, ഇപ്പോൾ 100-100 രൂപയുടെ സാധനമൊക്കെ എനിക്കും വാങ്ങിക്കാമല്ലോ. രാഘവേട്ടൻ ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട്, ഭാമേ ലേലം അപ്പോൾ ഇന്നാണല്ലേ. അങ്ങനെ സത്യഭാമയുടെ വീട്ടിൽ ലേലത്തിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ലേലം പിടിക്കാനുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. രോഗത്ത് ഫ്രണ്ടിൽ ഒരു പെട്ടി നിറയെ കാശുമായിട്ടാണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നുണ്ട്. സുസ്മിതയും ചന്ദ്രബോസും ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുന്നു. ചന്ദ്രബോസിൻ്റെ കുറേ കൂട്ടാളികളും ഗുണ്ടകളും ഒക്കെ അവിടെ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. എൻട്രൻസിൽ തന്നെ കുറച്ച് ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ട്. അവന്മാർ പറയുന്നു, ലേലം കൂട്ടി വിളിക്കാൻ വരുന്ന ഒരെണ്ണത്തിനെ അകത്തോട്ട് കയറ്റി വിട്ടേക്കരുതെന്നാ മുകളിൽ നിന്നുള്ള ഓർഡർ. ഇനി നേരത്തെ അവിടെ വന്നിരിക്കുന്നവർ പരിധി വിട്ടെന്തെങ്കിലും പറഞ്ഞാൽ അവരെയും നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴവിടേക്കൊരു കാറിൽ ഒരു വലിയ മുതലാളിയാണെന്ന് തോന്നുന്നു. അയാളും അയാളുടെ ഭൃത്യനും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഗുണ്ടകൾ ചോദിക്കുന്നു, എന്താ എവിടുന്നാ? അത് ഞങ്ങൾ ലേലത്തിൽ പങ്കെടുക്കാൻ വന്നതാ. ലേലം തുടങ്ങിയോ? ലേലം തുടങ്ങിയോന്ന് ചോദിച്ചാൽ തുടങ്ങിയിട്ടില്ല, എന്നാൽ പ്രധാന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ മുതലാളി പറയുക, അപ്പോൾ ലേലം നമുക്ക് തന്നെ. ഗുണ്ട പറയുന്നു, ആ അപ്പോൾ ഉറപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നല്ലാതെ എൻ്റെ മോലാളിയെ ഇങ്ങനെ ജപ്തി നടക്കുന്ന ഏതൊക്കെ വീടുണ്ടോ ആ വീടൊക്കെ പോയി ലേലത്തിൽ പിടിക്കും. കാരണം ഒരു കാലത്തെ ഈ മോലാളിയുടെ വീട് ജപ്തി പോയതാ. അതുകൊണ്ട് മോലാളിക്കൊരു വാശിയാണ്. എന്ത് വില വന്നാലും ഈ വീട് മോലാളി തന്നെ എടുക്കും. എന്ത് വില വന്നാലും നിങ്ങൾക്കത് എടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടോ? പിന്നെ ഈ പെട്ടി നിറച്ച് കാശല്ലേ, ഞങ്ങളിത് ലേലത്തിൽ എടുത്തേ പോകത്തുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ വാ, ദാണ്ട് അവിടെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ ഗുണ്ടകൾ അവരെയും വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോവുകയാണ്. അവിടെ ആണെങ്കിൽ ഉപേന്ദ്രനും ഗുണ്ടകളും അവിടെ റെഡിയായിരിക്കുവാണ് വരുന്നവരെയൊക്കെ അടിച്ചൊതുക്കാനായിട്ട്. ഈ വന്ന പാവത്തുങ്ങളൊട്ട് അറിയുന്നുണ്ടോ? അതറിയത്തുമില്ല. അവർ ചോദിക്കുന്നത്, ഇവിടെ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇതാ ഇപ്പം കൊണ്ടുവരും, ചായയുണ്ട് വടയും ഉണ്ട്, അതിപ്പം കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ ഒരു പാത്രത്തിൽ 2 വടയും ഒരു വലിയ കത്തിയായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന, വടയ്ക്ക് ചമ്മന്തി ഇല്ലേ? ഇതാണ് ചമ്മന്തി എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ ആ വടയ്ക്കകത്തോട്ട് കത്തി കുത്തി ഇറക്കി ഇങ്ങനെ കടിച്ചു കാണിക്കുന്നു. നീയൊക്കെ ലേലം പിടിക്കാൻ വന്നതാണ് ഇല്ലേടാ? ഈ കത്തി കണ്ടോ? നിന്റെ കൊരവള്ളി ഞാനിപ്പോൾ അറക്കും. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. ലേലം കഴിയുന്നത് വരെ നിന്റെ ശ്വാസം വന്നു പോയേക്കരുത് എന്നും പറഞ്ഞ് അവരെ വിരട്ടി അവിടെ ഇരുത്തുവാണ്. എടാ, ഇവന്മാരെന്തെങ്കിലും പോക്കൃത്തരം കാണിക്കുകയോ ശബ്ദം വെക്കുകയോ ചെയ്താൽ ദാ ഈ കന്നാസിലിരിക്കുന്ന ആസിഡ് കണ്ടല്ലോ, എല്ല് വരെ പൊടിഞ്ഞു പോവും. അത് ഇവന്മാരുടെ ദേഹത്തോട്ട് ഒഴിച്ചിട്ട് ആ സെപ്റ്റി ടാങ്കിലോട്ട് അങ്ങ് വലിച്ചിട്ടേര്. അവിടെ കിടന്നങ്ങ് ചീഞ്ഞ് നാറിപ്പൊക്കോളും. എടാ, ചീഞ്ഞ് നാറി പോകണോ അതോ നിനക്ക് നിൻ്റെ വീട്ടിൽ പോകണോ? അയ്യോ, എനിക്കെൻ്റെ വീട്ടിൽ പോയാൽ മതിയേ, എന്നാലവിടെ അടങ്ങിയിരുന്നോണം കേട്ടോ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ അങ്ങ് പോകുന്നു. അങ്ങനെ ലേലം വിളിയുടെ പ്രാരംഭഘട്ടത്തിൽ എത്തിയിരിക്കുവാണ്. എല്ലാവരും പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ചന്ദ്രബോസും സുസ്മിതയും ലേലം പിടിക്കുന്നത് അവർക്ക് തന്നെയാണെന്നുള്ള പ്രതീക്ഷയോടെ അവർ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അനു അവിടെ മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലേലം തുടങ്ങിക്കഴിഞ്ഞു. രോഹിത് എഴുന്നേറ്റ് പറയുന്നു, 15,10,00,000 രൂപ. 15,10,00,000 രൂപ ഒരു തരം എന്ന് പറഞ്ഞിട്ട് ആരെയും നോക്കിയിട്ട് ആരും ഒന്നും പറയുന്നില്ല. അപ്പോഴതാ വരുന്നു നമ്മുടെ വസുമതിയുടെ കാറ്. വസുമതി അങ്ങോട്ട് വരുവാണ്. ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. 15,10,00,000 ഒരു തരം, 15,10,00,000 രണ്ട് തരം, 15,10,00,000 500 എന്നിങ്ങനെ പറയുന്നത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുവാണ്. ദാണ്ട നമ്മുടെ വസുമതി.
സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും രോഹിത്തും ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരാളവിടെ വരുമെന്ന്. വസുമതിയാണെ കയ്യിലൊരു വലിയ ബാഗും കൈവച്ചിട്ടുണ്ട്. 15,10,500,000 എന്നും പറഞ്ഞ് വസുമതി വന്ന് രോഹിത്തിൻ്റെ അടുത്തങ്ങ് ഇരിക്കുവാണ്. അപ്പോഴിനി ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. 15,10,500,000 ഒരു തരം, 15,10,500,000 രണ്ട് തരം. രോഹിത്ത് സുസ്മിതയെ നോക്കുന്നുണ്ട്. സുസ്മിത കണ്ണുകൊണ്ട് കാണിക്കുന്നു കൂട്ടി പറഞ്ഞോളെ. അപ്പോൾ രോഹിത്ത് പറയുന്നു 15,11,00,000. അങ്ങനെ ലേലം ഉറപ്പിക്കാൻ പോകുമ്പോൾ വസുമതി എഴുന്നേറ്റ് പറയുന്നു 15,11,50,000. വസുമതി ഇങ്ങനെ ലേലം കൂട്ടി വിളിക്കുന്നത് കണ്ടിട്ട് ഉപേന്ദ്രൻ ചന്ദ്രബോസും പറയുന്നു ഇവർ തുക കൂട്ടി ലേലം വിളിച്ചിട്ട് നമ്മുടെ പെടലിക്ക് വെക്കാനാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വസുമതി പറഞ്ഞ തുകയ്ക്ക് ലേലം ഉറപ്പിക്കാൻ നോക്കുവാണ്. അപ്പോൾ വീണ്ടും രോഹിത്ത് എഴുന്നേറ്റ് പറയുന്നു 15,13,00,000. ഉപേന്ദ്രന് വസുമതി ആരാണെന്ന് മനസ്സിലായില്ല. സുസ്മിതയോട് ഈ വന്നിരിക്കുന്ന ഇവൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു നിങ്ങളുടെ ബന്ധുവാ, സത്യഭാമയുടെ മോളെ കൊടുത്തിരിക്കുന്നത് ഇവരുടെ മകനാ. സത്യഭാമയോട് പണ്ടേ ഇവർക്കൊരു ചൊരുക്കുള്ളതാ, ആ ചൊരുക്കാ ഇപ്പം ഇങ്ങനെ വിളിച്ചു തീർക്കുന്നത്. ഉപേന്ദ്രൻ സുസ്മിതയോടും ചന്ദ്രബോസിനോടും പറയുക ഒന്ന് ചെന്നൊന്ന് വിരട്ടിയേരെ, സ്വന്തവും ബന്ധമൊന്നും നോക്കണ്ട. അടുത്തതായിട്ട് ടീ ബ്രേക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം ലേലം തുടരുമെന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ADM അങ്ങോട്ട് ചെന്ന് സുസ്മിതയോടും ചന്ദ്രബോസിനോടും ഉപേന്ദ്രനോടും പറയുക ആ തള്ള കുഴപ്പക്കാരിയാന്ന് തോന്നുന്നു, അവരെ വിലക്കിയില്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും, നിങ്ങൾ ഏത് വിധേനയും അവരെ പെട്ടെന്ന് തടയണം. അപ്പോൾ ചന്ദ്രബോസ് സുസ്മിതയോട് പറയാ മോളെ നീ ചെന്ന് അവരോട് മാന്യമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്, അതിന് വഴങ്ങിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് മാന്യതകളൊക്കെ ആകാം. ആ സമയത്ത് വസുമതി അമ്മയ്ക്കൊരു ഫോൺ വരുന്നുണ്ട്. അവരാ ഫോണും കൊണ്ടിങ്ങനെ പുറത്തോട്ട് പോകുന്നത് സുസ്മിതയും ചന്ദ്രബോസും കാണുന്നുണ്ട്. സുസ്മിത അവരെ പിന്തുടർന്ന് പുറകിനോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സുസ്മിത വസുമതിയെ ഈ ലേലത്തിൽ നിന്നും വിരട്ടി ഓടിക്കുവോ അതോ വസുമതി ഇവരെ ലേലത്തിൽ നിന്നും വിരട്ടി ഓടിക്കുവോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.